ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്കെച്ച് ബുക്ക്. സോ ഇത് പേര് ആക്ച്വലി മെനോറ എന്നാണ്, MENORAH. സോ മെനോറ എന്നാണ്. ഇത് ആക്ച്വലി ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഇത് പേരൊക്കെ ലേബലൊക്കെ ഇതായിപ്പോയി. വാക്ക് ത്രൂ ഇത് ആക്ച്വലി ഞാൻ ഒരു 2021 തോന്നുന്നു ഇങ്ക് ഒക്ടോബർ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഇങ്കിങ് ചെയ്യുന്നതിൻ്റെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഇങ്ക് ഒക്ടോബർ എന്ന് പറഞ്ഞൊരു മന്ത് ഉണ്ട്. ഒക്ടോബർ മന്തിൽ നമ്മളിങ്ങനെ ഓരോ മന്തിൽ ഓരോ ഡേയ്സിലും നമുക്ക് ഓരോ ടോപ്പിക് ഉണ്ടാവും. ആ ടോപ്പിക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയൊരു സ്കെച്ച് ബുക്കായിരുന്നു. സ്കെച്ച് ബുക്കും പിന്നെ ഇതിൻ്റെ ഇങ്ക് റിലേറ്റഡ് ആയിട്ടുള്ളതും. ഇതൊക്കെ ഞാൻ ഏർലി ടൈംസിൽ വരച്ച ആർട്ട് വർക്ക്സാണ്. ഇതൊക്കെയാണ് ഞാൻ ഫസ്റ്റ് വരച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആക്ച്വലി ആ സമയത്ത് കുറച്ച് ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വർക്ക്സൊക്കെ ആയിട്ട് ഇതങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇരുന്നിട്ട് ഞാനിതിൽ അങ്ങനെ പ്ലേ അറൗണ്ട് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചുമ്മാ റാൻഡം സ്റ്റഫ് ഇങ്ങനെ വരച്ചിട്ട്. അതുപോലെ തന്നെ ഞാനിങ്ങനെ ടൈപ്പോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ടൈപ്പോഗ്രാഫി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വാട്ടർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെച്ച് ഞാൻ പ്ലേ അറൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അപ്പോൾ വാട്ടർ കളർ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ പാറ്റേൺസ് വരുന്ന രീതിയിലുള്ളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ എന്താ പറയുക ട്രൈ നോക്കിയപ്പോഴാണ് എനിക്കെൻ്റെ വേർട്ടിക്കൽ ആയിട്ട് വർക്ക്സ് ചെയ്യാമെന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ വേർട്ടിക്കലായിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൊബൈൽ ഫോണിലാവുന്ന സമയത്ത് കണ്ടു, മൊബൈൽ ഫോൺ ഫുൾ കവർ ചെയ്യുന്ന പോലെ നമുക്ക് ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ വർക്ക്സ് ട്രൈ ചെയ്ത് തുടങ്ങിയത്. അത് ഇനീഷ്യലി ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്തൊക്കെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞാനത് ആക്ച്വലി മൾട്ടിപ്പിളായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു വർക്കാണ്. സോ അതേപോലെ തന്നെ ഈ ഇൻട്രിക്കേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു തെറപ്യൂട്ടിക് അല്ലെങ്കിൽ ഒരു ഭയങ്കര കാമിങ് തരുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ ഇതിന് തന്നെ ഒരു കുറച്ചും കൂടി ഒരു ഗോത്തിക് അല്ലെങ്കിൽ ഒരു ഡാർക്കർ ഏരിയാസ് ട്രൈ ചെയ്യുന്ന പോലത്തെ വർക്ക്സ് ഞാൻ ആക്ച്വലി ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇതിലൊക്കെ കുറച്ചും കൂടി ഒരു ജോമെട്രിക്കൽ ടൈപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇതും ഞാൻ വർക്ക്സൊക്കെ വന്നപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ റീസെൻ്റ്ലിയാണ് ഞാൻ ആക്ച്വലി ഇതൊന്നും കൂടി റീവിസിറ്റ് ചെയ്തിട്ട് സിമിലർ വർക്ക് തന്നെ ഒന്നും കൂടി ഞാൻ റിസ്യൂം ചെയ്തു. ഇത് ആക്ച്വലി ഞാൻ റീസെൻ്റ്ലി ചെയ്തൊരു വർക്കാണ്. ഇത് കുറച്ചും കൂടി നമ്മൾ മറ്റേ കർവി ഒക്കെ ആയിട്ട് കുറച്ചും കൂടി ജോമെട്രിക്കൽ അല്ലാതെ കർവി ഡീറ്റെയിലിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ അങ്ങനെയും ഇത് ബെറ്ററായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഇത് ആക്ച്വലി ഇത് ആക്ച്വലി ഞാനിപ്പോൾ റീസെൻ്റ്ലി ചെയ്തൊരു വർക്കാണ്. ഇതും മീൻസ് നമുക്കിങ്ങനെ ആ സ്കെച്ച് ബുക്കിൻ്റെ പോസിബിലിറ്റീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത വേറൊരു വർക്കാണ് ദിസ് വൺ. സോ ഇതെനിക്കിപ്പോൾ കുറേ പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് കമൻറ്റൊക്കെ ചെയ്യുന്നൊരു വർക്കാണ് ദിസ് വർക്ക്. സോ ഈ വർക്കിന് വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഇതിൽ ഞാൻ കളർ പെൻസിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കളർ പെൻസിൽ വാട്ടർ കളർ ഞാൻ പിന്നെ ട്രൈ ചെയ്തില്ല. കളർ പെൻസിലാണ് ഇപ്പോൾ റീസെൻ്റ്ലി ട്രൈ ചെയ്ത് നോക്കിയത്. പിന്നെ ഇത് പെൻസിൽ സ്കെച്ചും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ മീഡിയംസാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. ആൻഡ് ലെറ്റ്സ് ഗോ ത്രൂ ദി ആർട്ട് സപ്ലൈസ്. സോ ഫസ്റ്റ് നമ്മൾ നോട്ട് ബുക്ക് പറഞ്ഞു. മെനോറ എന്നാണ് ഈ നോട്ട് ബുക്കിൻ്റെ പേര്. ഞാൻ ആക്ച്വലി ആമസോണിലൊരു കളക്ഷൻ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. സോ യു ക്യാൻ ഗോ ദേർ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഫസ്റ്റ് ഇതാണുള്ളത്. പിന്നെ നമ്മുടെ മെയിൻ പെന്ന് ഇങ്ക് പെന്നാണിത്. ഇങ്ക് ആസ് ഇൻ ടെക്നിക്കൽ പെന്നാണ്. നമ്മൾ മെയിൻലി ടെക്നിക്കൽ ഡ്രോയിങ്സിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പെന്നാണ്. അപ്പോൾ ഇത് വരുന്നത് ബ്രസ്റ്റോൻ്റെയാണ്. അറൗണ്ട് 300-400 ബക്സാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ്സ് നോക്കുകയാണെങ്കിൽ ഷെയ്ഡ്സ് ഇങ്ങനെ 0.05 തൊട്ട് 0.1, 0.2, 0.3, 0.5 ആൻഡ് 0.8 ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോഴും സ്കെച്ചിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഇടാൻ വേണ്ടിയിട്ട് 0.05 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 0.1 യൂസ് ചെയ്യാം,
അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ അനുസരിച്ച് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വി ക്യാൻ റീച്ച് ദാറ്റ് ഡെപ്ത് റീച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾസോ ഇപ്പോൾ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇതും ഞാനിപ്പോൾ പറഞ്ഞ ആമസോൺ പ്ലേലിസ്റ്റിലുണ്ട്. നെക്സ്റ്റ് പെൻസിൽസ് ആണ്. പെൻസിൽസ് ആക്ച്വലി ഈ ഡോംസ് എന്നുള്ളത് ഐ തിങ്ക് ഇറ്റ് ഈസ് എ ന്യൂ ബ്രാൻഡാണ്. ഞാനിതുവരെയായിട്ടും ഈ ഫാബർ കാസിൽ അല്ലെങ്കിൽ ബ്രസ്റ്റോൻ്റെ തന്നെ പെൻസിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഡോംസിൻ്റെ ഞാനിപ്പോൾ റീസെൻ്റ്ലി കണ്ടതാണ്. സ്റ്റേഷനറി സ്റ്റോഴ്സിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് കമ്മപ്പ് ചെയ്യുന്നുണ്ട്. സോ ആൻഡ് ദ ക്വാളിറ്റി ഓൾസോ ഐ ആക്ച്വലി ലൈക്ക് ദ ക്വാളിറ്റി. ഇതിലും അങ്ങനെ തന്നെ മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് ആണ് വരുന്നത്. മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി ഡിസൈഡ് ഡെപ്ത്. ഇതിൽ അൺലൈക്ക് അതിൽ പറയുന്ന പോലെ ഇത് ബോൾഡ്നെസ് ആണ്. അതിൽ ആക്ച്വലി ലൈക്ക് നിബിൻ്റെ തിക്നെസ് ആണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ ബോൾഡ്നെസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഐ മീൻ എഡ്ജ് വരുന്നത് പിന്നെ നമ്മൾ ഐ മീൻ ഷാർപ്പൻ ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഡ്ജ് നമുക്ക് നല്ല രീതിയിൽ പോയിൻ്റ് ആകാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ ദി ബോൾഡ്നെസ് ആണ് ഇവിടെ മാറ്റർ ചെയ്യുന്നത്, ഗ്രാഫിക്കിൻ്റെ ബോൾഡ്നെസ് ആൻഡ് വി ഗെറ്റ് എ ഷാർപ്പനർ ഓൾസോ. പിന്നെ ഉള്ളത് ഇഗെയിൻ ഡോംസിൻ്റെ തന്നെ കളർ പെൻസിലാണ്. ഇതും ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം അതുകൊണ്ട് ഇവരുടെ ഷാർപ്പനറും കൊള്ളാം. ഷാർപ്പനർ നമുക്ക് ലൈക്ക് ലെങ്തി ആയിട്ടല്ല ഷാർപ്പാകുക. ആക്ച്വലി എഡ്ജ് നമുക്ക് പിന്നെയും എന്താ പറയുക പെട്ടെന്ന് തീരാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതും അഗെയിൻ വിത്ത് ഷാർപ്പനറാണ് നമുക്ക് വരുന്നത്. 12 ഷെയ്ഡ്സ് ആണ് വരുന്നത്, നമ്മൾ സ്റ്റാൻഡേർഡ് ഷെയ്ഡ്സ്. പിന്നെ ഞാൻ ആക്ച്വലി സ്റ്റാൻഡേർഡ് ഷെയ്ഡ്സ് വാങ്ങാനുള്ള മെയിൻ കാര്യം എനിക്ക് കളർ പെൻസിലിൻ്റെ ബ്ലെൻഡിങ് കൂടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് ആക്ച്വലി വാട്ടർ കളറൊക്കെ ചെയ്യുമ്പോൾ തന്നെ കളർ പെൻസിലും ലൈക്ക് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ ബ്ലെൻഡിങ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ കളേഴ്സ് കൊണ്ടുവരാനുള്ള ടെക്നിക്ക് ചെയ്യാനുണ്ടായിരുന്നു. സോ ഐ വോണ്ട് ടു ട്രൈ ദാറ്റ് ഔട്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആർട്ട് സപ്ലൈസ്. സോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇടാം. Please check it out and buy. I learned commission from it. Yeah, thank you.